നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി സംഭവിച്ചതിന് ശേഷം പിണറായി വിജയന് 4 ഭാഗത്തു നിന്നും അറ്റാക്കുകളാണ് കിട്ടുന്നത്. അതായത് CPM-ൽ നിന്ന് തന്നെ അദ്ദേഹം രാജിവെക്കണം, പ്രതിപക്ഷ നേതാവായപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഒരുപാട് പേര് വന്നു. ഇന്ന് പാറശാലയിൽ നിന്ന് MLA സ്ഥാനം പോലും ഒഴിയണമെന്ന് പറയുന്നു. അപ്പം പിണറായി വിജയനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി ഒരു മൂലയ്ക്കാക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നല്ലേ? അല്ല, CPM-നകത്ത് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ CPM-ൽ നടക്കുന്നതെല്ലാം വളരെ രസകരമായ കാര്യങ്ങളെന്നാണ് ഇത് പറയേണ്ടത്. കാരണം ഇപ്പം ആതിര പറഞ്ഞ ഈ സംഭവം തന്നെ പാറശാല ഏരിയ സെക്രട്ടറി പിണറായി വിജയനെ വിമർശിക്കുന്നു, അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു എന്നാണ് വാർത്ത വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പ്രധാന കാരണം പിണറായി വിജയനാണ്, പ്രതിപക്ഷ നേതാവാകാൻ പാടില്ല, MLA സ്ഥാനം പോലും രാജിവെച്ച് വീട്ടിലിരിക്കണമെന്നാണ് ഏരിയ സെക്രട്ടറി പറഞ്ഞത്. ഈ പറഞ്ഞ ഏരിയ സെക്രട്ടറി ആരാണ് എന്നുള്ളതാണ്. കുറച്ച് നാൾ മുമ്പാണ് നമ്മളിവിടെ കേട്ടതാണ് ഒരു കാരണഭൂതൻ എന്ന് പറഞ്ഞ് ഒരു തിരുവാതിരയും എല്ലാം പാർട്ടിയുടെ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ നടന്നു. അതിന്റെ വൈറലായ വീഡിയോയും അതിന്റെ ദൃശ്യങ്ങളും എല്ലാം ഇതാണ്. CPM ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചതിന്റെ കാരണഭൂതൻ പിണറായി ആണെന്ന് പറഞ്ഞായിരുന്നു അവിടെ ഈ തിരുവാതിര നടന്നത്. ആ തിരുവാതിരയുടെ സംഘാടക സമിതിയുടെ ചെയർമാനാണ് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന്. അതായത് അധികാരത്തിലിരുന്ന സമയത്ത് അധികാരത്തിന്റെ എല്ലാ കാന്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് പിണറായി വിജയൻ മഹാനാണ്, കാരണഭൂതനാണ്, CPM-ന്റെ രക്ഷകനാണെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ വിമർശിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പാർട്ടിക്കകത്ത് വിമർശിക്കാം എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് ശേഷമാണ് അണികൾ എന്ന് പറഞ്ഞ അടിമകൾ വായ തുറന്നു തുടങ്ങിയത്. പാർട്ടി അംഗങ്ങളാണെങ്കിൽ പോലും സംസ്ഥാന സമിതി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി തൊട്ട് താഴോട്ടുള്ള ഏത് കമ്മിറ്റി നോക്കിയാലും പിണറായി വിജയനെ വിമർശിക്കാൻ CPM-കാർക്ക് തന്നെ ഭയമാണ്. ആ ഭയം തന്നെയാണ് പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഇത്രത്തോളം പാർട്ടിക്ക് മേലിൽ പിണറായി വിജയൻ വളർന്നു നിൽക്കാനുള്ള കാര്യവും. കാരണം 26 വർഷമായിട്ട് പിണറായി വിജയൻ CPM-ന്റെ അധികാര സ്ഥാനത്ത് തന്നെ ഉണ്ട്. പുള്ളിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ പിണറായി വിജയനെ വിമർശിക്കാനുള്ള ഭയം കൊണ്ട് ആ സമയത്തൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇപ്പൊ ഒരു തോൽവി, വൻ തോൽവി, 10 വർഷത്തെ ഭരണത്തിന് ശേഷം വലിയൊരു തോൽവി സംഭവിച്ചു. UDF 102 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അപ്പോൾ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്, അതുപോലെ തന്നെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഇതിനെല്ലാം കാരണം. പിന്നെ പാർട്ടി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല, പാർട്ടി നേതൃത്വത്തിന്റെ പ്രവർത്തനം മോശമാണെന്നുള്ള ഒരു പൊതു അഭിപ്രായം ഉയർന്നപ്പോഴാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ തീരുമാനിച്ചത്, നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, താഴെ തട്ട് മുതൽ മുകളിൽ അറ്റം വരെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വിമർശനം തുടങ്ങുന്നത്. അതും എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ പരാജയപ്പെട്ട് ഒരു 2 സ്റ്റെപ്പ് പിന്നിലോട്ട് നിൽക്കുകയാണ് എന്നറിഞ്ഞപ്പോഴാണ് ഈ വിമർശനങ്ങളെല്ലാം വരുന്നത്. ഈ വിമർശിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തും നോക്കിയും കണ്ടും വിമർശിക്കണം എന്നൊരു മുൻകരുതൽ കൂടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും കൂടി നൽകിയാണ് ഈ വിമർശനങ്ങളെല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ പാറശാല ഏരിയ സെക്രട്ടറി പറഞ്ഞതിനോട് ഇനി എന്തായിരിക്കും പ്രതികരണം, ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പറഞ്ഞാൽ ഞാനും അത് ചിന്തിച്ചിരുന്നു. ഈ 10 വർഷം പിണറായി വിജയൻ കടക്കുപുറത്ത് അങ്ങനെ പല വാക്കുകളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു CPM പ്രവർത്തകരോ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ തോൽവി സംഭവിച്ചപ്പോൾ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും എല്ലാവരും എതിർത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും വർഷം ഇവർക്ക് ഇതൊന്നും വാതുറക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നോ എന്ന് തന്നെ അതാണ് നോക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പ്രയോഗിച്ച വാക്കുകളുണ്ട്. ഒന്ന് പരനാറി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ചെറ്റത്തരം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ നിരവധി ഡാഷ് മോനെ എന്ന് വരെ ഒരു തെലങ്കാന മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് വരെ നമ്മൾ കേട്ടു. ഈ സമയത്ത് ഈ വിളികളെല്ലാം BGM ഇട്ട് ആഘോഷിച്ചവർ തന്നെയാണ് ഇപ്പൊ വിമർശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഡാഷ് മോനെ എന്ന് പറഞ്ഞ ലാസ്റ്റ് വന്ന പരാമർശം പോലും സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ വലിയ BGM ഒക്കെ ഇട്ട് പ്രചരിപ്പിച്ചു. ഇപ്പൊ തോറ്റപ്പോഴാണ് ഇതെല്ലാം തെറ്റാവുന്നത്, അപ്പോഴാണ് വിമർശിക്കപ്പെടുന്നത്. ഈ വിമർശനം എത്രത്തോളം തുടരും എന്നുള്ളത് പിണറായി വിജയൻ എത്രത്തോളം ഭംഗിയായി CPM-ലേക്ക് ആധിപത്യം വീണ്ടും പുനഃസ്ഥാപിച്ചു വരും എന്നുള്ളതനുസരിച്ച് കുറയുകയോ നിൽക്കുകയോ ചെയ്യുമോ എന്നുള്ളതാണ്. പിന്നെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന സീറ്റിലേക്കാണ് MV ഗോവിന്ദൻ വരുന്നത്. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ തുടർ ഭരണം എന്ന വലിയ നേട്ടം CPM-ന് സമ്മാനിച്ചൊരു സെക്രട്ടറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ജനകീയ മുഖമാണ്, ഘടകകക്ഷികളുമായും എല്ലാവരുമായും സൗമ്യമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായ ഒരു ശരീര പ്രകൃതിയും അതുപോലെ തന്നെ മൊത്തത്തിൽ പ്രവർത്തനവുമെല്ലാം MV ഗോവിന്ദൻ മാഷിന്റെ പ്രവർത്തനമെല്ലാം അങ്ങനെയാണ്. കാരണം അണികൾക്ക് തന്നെ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഏരിയ കമ്മിറ്റിയിലും സ്റ്റേറ്റ് ഇതിലും എല്ലാം ഉയരുന്ന വിമർശനം എന്താണ്? ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ശരീരഭാഷ ശരിയല്ല, മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ശരിയല്ല, ഒരു സിനിമാ പാട്ട് പോലെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. MV ഗോവിന്ദനും അതെല്ലാം അംഗീകരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, ശരീരഭാഷയെ കുറിച്ച് എനിക്കും ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിലെങ്ങനെ തിരുത്തൽ വരും എന്നുള്ളതാണ്. ഇപ്പൊ വിമർശനങ്ങൾ ഇങ്ങനെ തുടരും.
ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റി വരെ വിമർശനം തുടരും. ഈ വിമർശനങ്ങളിൽ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് തിരുത്തൽ വരുത്തും എന്ന് അണികളെ വിശ്വസിപ്പിക്കും. ഇതിലാണ് CPM-ന്റെ ഇനിയുള്ള ഭാവി. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഇത്രയും വലിയ ശക്തിയായിരുന്നവർ ഇപ്പം മഷീട്ട് നോക്കാൻ കാണാനില്ലാത്ത രീതിയിലേക്ക് മാഞ്ഞുപോയി. ആ രീതിയിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ CPM ഉള്ളത്. കാരണം രാജ്യസഭയിലേക്ക് പോലും ഒരു MP തെരഞ്ഞെടുത്ത് അയക്കാനുള്ള അംഗസംഖ്യ LDF-ന് ഇല്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് അണികളെ കേട്ട് ഈ വിമർശനം കേട്ട് എന്ത് തിരുത്തൽ വരും എന്നതിലാണ് ഇവരുടെ ഭാവി ഇരിക്കുന്നത്. അപ്പം വിമർശിക്കാമെന്ന് പറഞ്ഞിരുന്നാലും ഇന്ന് തന്നെ കോഴിക്കോട് റിയാസിനെതിരെ അതിലൊരു പ്രവർത്തകൻ സംസാരിച്ചപ്പോൾ ഇതിന് തെളിവ് തന്നില്ലെങ്കിൽ ഇതിനെതിരെ കടുത്ത ഒരു ഇതുണ്ടാകും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് കണ്ടു. അപ്പോൾ വിമർശിക്കാം, പക്ഷെ നോക്കിയും കണ്ടും വിമർശിക്കണം, അല്ലെങ്കിൽ അതിലും ഒരു ഇതുണ്ടെന്ന് കാണിക്കുമല്ലേ? അല്ല, അതാണ് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് CPM-നകത്ത് എപ്പോഴും ഇതുള്ളതാണ്. കാരണം നിങ്ങൾ മറ്റേ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നു, പക്ഷെ അതിനനുസരിച്ച് വിമർശനം നോക്കിയും കണ്ട് നടത്തണം. പാർട്ടിക്ക് പുറത്തൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് ശരി, പാർട്ടിയുടെ അച്ചടക്കം. പാർട്ടിക്ക് അകത്ത് പറയുന്നതിനും തെളിവ് വേണമെന്ന് ചോദിക്കുന്നതിന് എന്ത് മറുപടിയാ പറയുക? കാരണം ഒരു പാർട്ടി അംഗത്തിന് തോന്നി, അല്ലെങ്കിൽ പാർട്ടി അംഗം എന്ന് പറയുന്ന ആരാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇലക്ഷന്റെ സ്ലിപ്പ് കൊണ്ടു കൊടുക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഫ്ലക്സ് വയ്ക്കാനും എല്ലാത്തിനും ആൾക്കാരുടെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാനും പ്രകടന പത്രിക കൊണ്ടു കൊടുക്കാനും എല്ലാത്തിനും പ്രവർത്തിച്ചവനാണ് ഈ അണികളായിട്ടും അംഗങ്ങളായിട്ട് നിൽക്കുന്നത്. അവർക്ക് തോന്നുന്ന ഒരു സംശയമാണ്, അവരുടെ മനസ്സിൽ തോന്നി മുഹമ്മദ് റിയാസ് ആണ് CPM-ന്റെ പരാജയത്തിന് കാരണമെന്ന്. കാരണം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ എല്ലാ സീറ്റിലും ജയിച്ചിരുന്ന ഒരു സീറ്റ് മാത്രമായിട്ട് ഇപ്പൊ ഒതുങ്ങി. അപ്പൊ അതിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം റിയാസിനില്ലേ? കാരണം വിജയിച്ചപ്പോൾ കോഴിക്കോടിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു, കോഴിക്കോട് കിരീടം വയ്ക്കാത്ത രാജാവായിട്ട് അവിടെ നിന്നു, അവിടുത്തെ ജില്ലാ കമ്മിറ്റികളിലെല്ലാം ആധിപത്യം സ്ഥാപിച്ചെടുത്തു. അപ്പൊ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതാണ് അവിടുത്തെ ഒരു അംഗം, ഏരിയ കമ്മിറ്റി അംഗം ചൂണ്ടിക്കാണിച്ചത്. അതിന് തെളിവ് വേണമെന്നൊക്കെ സംസ്ഥാന സമിതി അംഗം ചന്ദ്രൻ തന്നെ ചോദിക്കുന്നില്ലേ? ഇനി എന്ത് വിമർശനമാണ് ഉന്നയിക്കുക? അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വീഴ്ചയും കൂടെ ഈ വിമർശനം ഉന്നയിച്ച പാർട്ടി അംഗങ്ങളും അണികളും തെളിയിക്കണമെന്നാണോ CPM ഉദ്ദേശിക്കുന്നത്? ഇതിന് എന്ത് തിരുത്തലെന്നാ പറയേണ്ടത്? എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ ഇനി 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തേക്കൊന്നും മത്സരിക്കാൻ കാണില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കും എല്ലാവരും കൂടെ. തീർച്ചയായിട്ടും അതായിരിക്കാം. കാരണം ശാരീരിക അവശത, പ്രായം, ഇതെല്ലാം കൊണ്ട് പിണറായി വിജയൻ 5 വർഷം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറി നിൽക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കും. കാരണം പിണറായി വിജയനെ അത്രത്തോളം CPM എന്ന് പറഞ്ഞ സംഘടന വർഷങ്ങളായി കൈവശം വെച്ച് പിടിമുറുക്കിയിരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. അത് താഴെ തട്ട് മുതൽ അന്ന് PB വരെ പിണറായി വിജയൻ വിചാരിക്കുന്നത് CPM-ൽ നടക്കുള്ളൂ. കാരണം നമ്മൾ MA ബേബി എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി ആയതെന്നറിയാം. അത് പിണറായി വിജയന്റെ ഒറ്റ തീരുമാനമായിരുന്നു. കാരണം പിന്നെ പ്രായപരിധി ഇളവ് കൊടുത്ത് PB-യിൽ നിലനിൽക്കുന്നതും പിണറായി വിജയൻ മാത്രമാണ്. അപ്പൊ അതാണ് കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ CPM ഇപ്പോഴും പിണറായി വിജയന്റെ കയ്യിലാണ്. എന്നാലും ചെറിയ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങുന്നത് പുള്ളി ഒന്ന് പിന്നിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. കാരണം ഇത്രയും വലിയ പരാജയം ഉണ്ടായതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയിലേക്ക് മാത്രം കെട്ടിവെച്ച് ഇതിനകത്തുനിന്ന് പുള്ളി ഒന്ന് പിന്നിലേക്ക് മാറും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ വിമർശിക്കുന്നത്. പിണറായി വീണ്ടും ഒന്നുകൂടി ശക്തനായി വന്നാൽ ഈ വിമർശനങ്ങളെല്ലാം അടങ്ങും. കാരണം കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് തോന്നുംപടിയായിരുന്നു ഭരണം. CPM-നോ CPI-ക്കോ ഘടകകക്ഷികളുടെയോ ഒന്നും അഭിപ്രായം ആരും കേട്ടിട്ടില്ല. കാരണം CPI തന്നെ പറഞ്ഞു, PM ശ്രീ ഒപ്പിട്ടിട്ടാണ് ഒരു ഘടകകക്ഷി പോലും അറിഞ്ഞത്. മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞില്ല, മുന്നണി യോഗത്തിൽ പറഞ്ഞില്ല, പിണറായി വിജയൻ തീരുമാനിച്ചു, ഒപ്പിട്ടു. പിന്നീട് അത് മാറ്റാൻ അവരെ വളരെയധികം ബുദ്ധിമുട്ടുന്നു, നാണക്കേടാണെന്ന് പറയുന്നു, പുറകെ നടക്കുന്നു, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു. ഈ രീതിയിലാണ് ഭരണവും പാർട്ടിയും മുന്നണിയും പിണറായി വിജയന്റെ കയ്യിലിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ ചെറിയ ചെറിയ വിമർശനങ്ങൾ ഉയരുന്നതും.